ഇന്ന് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല, ഈ സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സി വോട്ടർ ഇന്ത്യ ടുഡേ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDAക്ക് 300+ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മോദിയുടെ പക്ഷം തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു കഴിഞ്ഞാൽ NDA ആധിപത്യം സ്ഥാപിക്കുകയും 324 സീറ്റുകൾ നേടുകയും ചെയ്യുമെന്നാണ് മൂഡ് ഓഫ് ദി നാഷൻ സർവേ പറയുന്നത്. BJP NDAക്ക് 324 സീറ്റുകൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ലഭിക്കുമെന്നും, എന്നാൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് 208 കുറയുമെന്നുമാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത്. 3 പ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDA ആധിപത്യം സ്ഥാപിക്കുകയും 324 സീറ്റുകൾ നേടുകയും ചെയ്യുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ സർവേ പറയുന്നത്. മറുവശത്താണെങ്കിൽ 2024 NDAക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് 234 സീറ്റുകൾ നേടിയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ അത് 208 കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ വോട്ടെടുപ്പിലാണ് 2025 ജൂലൈ 1 ഓഗസ്റ്റ് 14 ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 54,788 വ്യക്തികളെ ഉൾപ്പെടുത്തി സി വോട്ടറിൻ്റെ പതിവ് ട്രാക്കർ ഡാറ്റയിൽ നിന്നുള്ള 1,52,000-ലധികം അഭിമുഖങ്ങളും കൂടി വിശകലനം ചെയ്തുകൊണ്ട് അങ്ങനെ ഈ MOTN റിപ്പോർട്ടിനായി ആകെ 2,06,826 പ്രതികരിച്ചവരുടെ അഭിപ്രായം പരിഗണിച്ചാണ് ഈ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സർവേ റിസൾട്ടിലാണ് വലിയ സർവേ റിസൾട്ടിലാണ് ഇപ്പോൾ NDAക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും, അതായത് 324 സീറ്റായിട്ട് ഉയരുമെന്നും ഇന്ത്യ സഖ്യത്തിന് 208 കുറയുമെന്നും പറഞ്ഞിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ സഞ്ചരിച്ച BJPക്ക് 543 സീറ്റുകളിൽ 240 സീറ്റുകൾ മാത്രം നേടിയപ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധം ലഭിച്ചിരുന്നു. സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 272 സീറ്റുകളിൽ 32 സീറ്റുകൾ കുറവായിരുന്നു അത്. എന്നിരുന്നാലും NDA പങ്കാളികൾക്കൊപ്പം 293 സീറ്റുകളുടെ ആകെ എണ്ണം മോദിക്ക് മൂന്നാമത്തെ സർക്കാർ രൂപീകരിക്കാൻ അനുവദിച്ചു. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും തുല്യമായ ഒരു നേട്ടം 400 സീറ്റുകൾ തുടരെ പറഞ്ഞിരുന്ന NDAക്ക് അത് സാധ്യമായില്ലായിരുന്നു. ഇന്ത്യ ബ്ലോക്ക് 234 സീറ്റുകൾ നേടിയിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഭാഗ്യം ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അതായത് ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാഫ് കുത്തനെ ഇടിയുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ. എന്നാൽ NDA BJPയുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയും ചെയ്യുകയായിരുന്നു. അതായത് ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ പരാജയപ്പെട്ടു. പരിപൂർണ പരാജയമായിരുന്നു കോൺഗ്രസ് ഇന്ത്യ സഖ്യം. രാഷ്ട്രത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നത് BJP കൊണ്ടുവന്ന നാടകീയമായ മാറ്റത്തിൻ്റെ ആഘാതം ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നാഷൻ സർവേയിൽ പ്രതിഫലിക്കുകയാണ്. പാർട്ടി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ BJPക്ക് 260 സീറ്റുകൾ, അതായത് BJPക്ക് മാത്രം 260 സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് നേരത്തെ 240 ആയിരുന്നത് 260 ഉയരുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ പോലും സ്വന്തമായി ഭൂരിപക്ഷം നേടുന്നതിൽ ഇപ്പോഴും പരാജയപ്പെടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. അതായത് 272 നിന്നും ഇപ്പോഴും 12 സീറ്റുകൾ പിന്നിൽ 260 സീറ്റുകളിലെത്തുമെന്നാണ് ഈ സർവേ പറയുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സർവേ 97 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ 99 നിന്ന് കുറഞ്ഞ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. അതായത് 97 കുറയുമെന്നാണ് പറയുന്നത്. അതേസമയം ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ NDAയുടെ വോട്ട് വിഹിതം 47% ഉയരുമെന്നും 2024 അവർക്ക് 44% വോട്ടുകളായിരുന്നു ലഭിച്ചത്. ഇന്ത്യ ബ്ലോക്കിന് സർവേ പറയുന്നത് 40% വോട്ട് ഷെയറാണ് ഇന്ത്യ ബ്ലോക്കിന് പ്രവചിക്കുന്നത് ഈ ഒരു സർവേ. ഇപ്പോൾ 3ാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അതും കഴിഞ്ഞ പ്രാവശ്യം 2024 ഒരു വർഷം മുൻപേ നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റുകളെക്കാട്ടിലും ഉയർന്ന സീറ്റുകളും
വോട്ട് ശതമാനവും ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു സർവേ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഓഗസ്റ്റ് മാസം പുറത്തുവിട്ട ഈ ഒരു സർവേയിൽ, അതും 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ പ്രതികരിച്ച ഈ ഒരു സർവേ റിസൾട്ടിൽ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർവേ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 3ാമത്തെ തവണയും ഭരണത്തിൽ വന്നതിന് ശേഷവും വീണ്ടും മോദിക്ക് തന്നെ ഭരണം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അതും വോട്ട് ശതമാനത്തിലും സീറ്റിൻ്റെ കാര്യത്തിലും വീണ്ടും ഉയർച്ച ഉണ്ടാകുമെന്നും ഇന്ത്യ സഖ്യത്തിന് ഒരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുമെന്നും പറയുന്ന ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി എഫക്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടാകെ ഇപ്പോഴും വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ്.